സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പാൽ പനിയാരാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാം. ഇത് ഫെർമെന്റ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ശരിക്കും പറഞ്ഞ ഒരു തമിഴ്നാട് സ്റ്റൈൽ ഡിഷ് തന്നെയാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാനിപ്പോൾ പുതുതായിട്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പും അതുപോലെ തന്നെ ഒരു ടെലിഗ്രാം ചാനലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുക്കിംഗ് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ 1/2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് ഇഡ്ഡലി റൈസ് ആണ്. ഇത് രണ്ടും ഞാൻ ഒരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുത്തതാണ്. നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം കുതിർത്തി എടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഇഡ്ഡലി റൈസിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചരി ആണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അരി ഉഴുന്നും എടുക്കുമ്പോൾ സെയിം ക്വാണ്ടിറ്റി തന്നെ എടുക്കാം. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയല്ലേ ഉള്ളൂ. രണ്ടും കൂടി ഒരുമിച്ച് തന്നെ അരച്ചെടുത്താൽ മതി. ഇത് കുതിർത്തെടുക്കുമ്പോൾ ഒരുമിച്ച് തന്നെ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് സെപ്പറേറ്റ് പാത്രത്തിൽ സോക്ക് ചെയ്തത്. ഇതിലേക്ക് ഇനി ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു പ്രാവശ്യം അരച്ചെടുക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ അരച്ചെടുക്കാം. പക്ഷെ ചെറിയൊരു ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ മിക്സിയിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. ഗ്രൈൻഡറിൽ അരച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് വരും. കാരണം ഉഴുന്നൊക്കെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി എന്താ പറയുക, മിക്സിയിൽ അരക്കണേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് വരും. പക്ഷെ മിക്സിയിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. കുറച്ച് തിക്കായിട്ട് തന്നെയാണ് എടുക്കേണ്ടത്. ഒരുപാട് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആവരുത് കേട്ടോ. ഇനി നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. മാക്സിമം എത്ര നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റുമോ ആ ഒരു രീതിയിൽ അരച്ചെടുക്കാം കേട്ടോ. ഇപ്പം ഞാനിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് മിക്സി ചൂടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അപ്പോൾ മിക്സി തീരെ ചൂടായിട്ട് വരില്ല. ഇതിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് തിക്കായിട്ട് തന്നെയാണ്. നമ്മൾ സാധാരണ ദോശ ബാറ്ററൊക്കെ ഉണ്ടാക്കിയില്ലേ, അതിനേക്കാളും കുറച്ചൊരു തിക്കാണ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കുക. ഇത് നമ്മൾ ഫെർമെൻറ്റ് ചെയ്തൊന്നും എടുക്കണില്ല. ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കണത് കേട്ടോ പാൽ പനിയാരം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാളികേരപ്പാലാണ് കേട്ടോ. ഒരു വലിയ നാളികേരം എടുത്ത് അരച്ചെടുത്ത് പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ് ഇത്. ഇതിൻ്റെ അളവ് പറയണമെങ്കിൽ 2.5 കപ്പ് ഉണ്ട്. നല്ല തിക്കായിട്ടുള്ള നാളികേരപ്പാൽ ചേർക്കണമെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരും. നാളികേരപ്പാൽ ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ പാൽ പനിയാരം കഴിക്കാൻ അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഞാനിവിടെ ഒരു 4 ഏലക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനൊരു ഫ്ലേവർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏലക്കായ എടുക്കണത് കേട്ടോ. ഏലക്കായ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാത്. ഇതൊന്ന് നന്നായിട്ട് ചതച്ചിടുക, അല്ലാന്നുണ്ടെങ്കിൽ പൊടിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ നാളികേരപ്പാലിലേക്ക് ഏലക്കായ പൊടിച്ചെടുത്തത് നമുക്ക് ഈ നാളികേരപ്പാലിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ തൊലി മാറ്റിയിട്ടുണ്ട്. തൊലിയൊന്നും ഉപയോഗിക്കരുതെന്നല്ലേ പറയാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഈ നാളികേരപ്പാലിന് അത്യാവശ്യം നന്നായിട്ട് മധുരം വരുമ്പോൾ തന്നെയാണ് ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. ഈ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ശർക്കരയാകുമ്പോൾ ടേസ്റ്റ് വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ കളറ് മാറുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ നാളികേരപ്പാൽ ഉപയോഗിക്കുന്ന എന്ത് ഐറ്റംസിൽ ആണെന്നുണ്ടെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളിത് വെള്ളം ഒഴിച്ചിട്ടാണല്ലോ ഇത് അരച്ച് പിഴിഞ്ഞെടുക്കണത്. അപ്പോൾ ഉപ്പ് ചേർത്താൽ മാത്രമാണ് ടേസ്റ്റ് കറക്റ്റ് ആവുള്ളൂ. വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര, അതായത് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം ഇത് നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ് തന്നെയാണ് എല്ലാം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ചെടുത്ത ബാറ്ററിയില്ലേ, ഇതിലേക്കും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിലും ആവശ്യത്തിന് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മതി. ഇപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ പാത്രം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂണാണ്. കൈ കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അതായത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ടാണ് നമുക്ക് വേണ്ടത്.
എണ്ണ ചൂടായിട്ട് വരട്ടെ കേട്ടോ. ഇപ്പോൾ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഈ ബാറ്റർ കുറേശ്ശായിട്ട് സ്പൂണിലെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. എത്രയ്ക്ക് മാക്സിമം നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ അത്ര ചെറുതായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ടീസ്പൂണിൽ കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം തേൻ മിഠായി ഉണ്ടാക്കിയില്ലേ, ആ ഒരു രീതിയിൽ തന്നെ. മാക്സിമം ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളികേരപ്പാൽ പെട്ടെന്ന് തന്നെ സോക്കായിട്ട് വരും. ഒരുപാട് വലുതാക്കി എടുത്താലും നന്നായിട്ടുണ്ടാവില്ല. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങോട്ട് കളർ ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വരണം. ഉൾഭാഗം നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരണം കേട്ടോ. ഇപ്പം ഇത് ആവശ്യത്തിന് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ട് നമുക്കിത് കോരി മാറ്റാം. നന്നായിട്ട് തന്നെ ഓയിലൊക്കെ കളഞ്ഞെടുക്കാം. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നാളികേരപ്പാലില്ലേ, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചൂടോട് കൂടി തന്നെ ഓയിലൊക്കെ കളഞ്ഞതിന് ശേഷം. ഇനി നമുക്ക് അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം അതൊക്കെ ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ഉഴുന്നായ കാരണം ഇത് ഇങ്ങനെ പൊങ്ങി വരും നന്നായിട്ട് തന്നെ. നല്ല ടേസ്റ്റി ഉള്ളൊരു ഐറ്റം തന്നെയാണ്. കുട്ടികൾക്ക് നമുക്ക് സ്നാക്സ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. പെട്ടെന്ന് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം ഇട്ടതൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കുറേശ്ശെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇത് മതി നമുക്ക്. ആദ്യം ഇട്ടതൊക്കെ ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ശരിക്കും വീർത്ത് തന്നെ വരുന്നുണ്ട്. ഇത് എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ ഫ്രൈ ആയിട്ട് വന്നോട്ടെ കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു, അതായത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇതൊരു ചെട്ടിനാട് സ്റ്റൈൽ ഡിഷാണ്. നമുക്ക് കുറച്ച് തമിഴ് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ചെട്ടിനാട് സ്റ്റൈൽ തന്നെയാണോ എനിക്കറിയില്ല. കറക്റ്റ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. കൈവച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ കൈവച്ചാകുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. കൈവച്ച് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അതായത് ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചും കൂടി തിക്കായിട്ട് വരണം. അപ്പോഴാണ് കൈവച്ച് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ചിലവർ ഇതുപോലുള്ള ചിരട്ടിയില്ലേ, ചിരട്ടയുടെ ഇവിടെ ഒരു ഹോൾ ഉണ്ടാവില്ലേ, ഇതിൽ കൂടെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. സ്പൂൺ വെച്ച് ഓരോന്നോരോന്ന് കോരി ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഈ രീതിയിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൈവച്ച് കൊടുത്താൽ മതി. ഇപ്പം നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇത് നമുക്ക് കോരി മാറ്റാം. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതും നമുക്ക് ഈ നാളികേരപ്പാലിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത ബാച്ച് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പം ഞാനിത് എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഇട്ടതൊക്കെ നന്നായിട്ട് തന്നെ ഇതിൽ സോക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം ഈ നാളികേരപ്പാലിൽ നന്നായിട്ട് തന്നെ സോക്കായിട്ട് വരണം. അപ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരിക. ഒരു 15 മിനിറ്റ് ഒക്കെ മതിയാവും ഇത് നന്നായിട്ട് തന്നെ സോക്കായിട്ട് വരാൻ. പിന്നെ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ക്രിസ്പി ആയിട്ട് കഴിക്കാം. അതായത് ഇട്ട് കൊടുത്ത് ഒരു 5-6 മിനിറ്റിനൊക്കെ ശേഷം അപ്പം തന്നെ കഴിക്കാം. അപ്പോൾ ഇത് കുറച്ചും കൂടി നന്നായിട്ട് തന്നെ ക്രിസ്പി ആയിട്ടിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി നന്നായിട്ട് അബ്സോർബ് ചെയ്തതിന് ശേഷം നമുക്ക് കഴിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം. ഞാൻ ഒരെണ്ണം ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. കുറച്ച് നാളികേരപ്പാലും അതുപോലെ തന്നെ ഈ ഫ്രൈ ചെയ്തതും കൂടി എടുത്ത് കഴിച്ചു നോക്കാം. ഇതിപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നാളികേരപ്പാൽ ഇഷ്ടപ്പെടുന്നവർ, അതായത് നാളികേരപ്പാൽ ഒഴിച്ചിട്ടുണ്ടാക്കണ മധുരമുള്ള ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ, അല്ലാന്നുണ്ടെങ്കിൽ മധുരം ഇഷ്ടപ്പെടുന്നവരൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും